പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയ പാഠപുസ്തകം കയ്യിലെത്തി. എല്ലാവരും അത് വളരെ സന്തോഷത്തോടെ മറിച്ച് നോക്കിയിട്ടുണ്ടാകും. അതിലെ പാഠഭാഗങ്ങളും അതിലെ ചിത്രങ്ങളും ഒക്കെ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന ഒന്നാമത്തെ യൂണിറ്റാണ് കേരള പാഠാവലിയിൽ നമുക്ക് ആസ്വദിക്കാനും പഠിക്കാനുമുള്ളത് അല്ലേ. 3 പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കഥകളതിമോഹനം എന്ന പാഠം, മറ്റൊന്ന് ആട്ടക്കഥാകാരനും കവിയുമായ ഉണ്ണായി വാര്യരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന നളചരി ആട്ടക്കഥയിലെ ഒരു ഭാഗവും, നമുക്കറിയാം പ്രശസ്തനായിട്ടുള്ള സിനിമാ നടനും ഗ്രന്ഥകാരനുമൊക്കെ ആയിട്ടുള്ള പ്രകാശ് രാജ് രചിച്ച മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ജീവനദി എന്ന ഉപന്യാസവുമാണ് ഉള്ളത്. നമുക്കറിയാം ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൻ്റെ ശീർഷകം അനർത്ഥമാക്കും വിധമാണ് 3 പാഠങ്ങളും എന്നത് നമുക്ക് സംശയലേശമന്യേ പറയാം. ഭാഷ പൂത്തുലയുകയും സംസ്കാരം തളിർക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരനുഭൂതി ഈ 3 പാഠഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ അനുഭൂതി പകരുന്നതാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്ന മലയാളത്തിൻ്റെ അനുഗ്രഹീത സാഹിത്യകാരൻ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന മാസ്റ്റർ പീസ് നോവലിലെ ചെറിയൊരു ഭാഗവും. കൂട്ടുകാരെ, മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഒരു വിസ്മയമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ. എന്തുകൊണ്ടാണെന്നറിയോ? കാവ്യാത്മകമായ ഭാഷയിൽ രചിച്ച ഈ നോവൽ ഇന്നും ഒരു വിസ്മയമാണ്. വായിക്കുന്തോറും പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മലയാള നോവലിൻ്റെ ഗതി നിർണയിച്ച കൃതി കൂടിയാണ് ഈ നോവലെന്ന് അറിയപ്പെടുന്നു. ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രവി എന്ന അധ്യാപകൻ. ഈ രവി എന്ന അധ്യാപകൻ അദ്ദേഹം ഒരു ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനാണ്. അപ്പോൾ ഒരധ്യാപകൻ മാത്രമുള്ള വിദ്യാലയം ഉണ്ടാവുമോ എന്നൊരു സംശയം കുട്ടിക്ക് ഉണ്ടാവും അല്ലേ. നമ്മുടെ സ്കൂളിലൊക്കെ എത്ര ടീച്ചേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു അധ്യാപകൻ മാത്രമുള്ള വിദ്യാലയങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്കൂളിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ദുരന്തമാണ്, തകർച്ചയാണ് ഈ നോവലിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് ഇതിൻ്റെ പ്രമേയം. നമുക്ക് ഈ കഥയിലൂടെ ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീർണതകൾ വളച്ചുകെട്ടില്ലാതെ വിജയം തുറന്നു കാണിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ തകർച്ച, ജീർണത. ഖസാക്ക് എന്ന സങ്കല്പതാവളത്തിലാണ് രവിയുടെ ജീവിതം പടർന്നു കയറുന്നതും വേരറ്റ് വീഴുന്നതും. ഈ ഖസാക്ക് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം തന്നെ OV വിജയൻ സൃഷ്ടിക്കുകയാണ് നോവലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പാലക്കാട് പോയാൽ കാണും കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഖസാക്ക്, ത്രസാക്ക് എന്ന് പറയുന്ന ആ സ്ഥലം. അപ്പോൾ ഇങ്ങനെ ആ താവളത്തിലാണ് രവിയുടെ ജീവിതം പടർന്നു കയറുകയാണ്. അവർ തകരുകയാണ്. തങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത, ജീവിതത്തെ നിരർത്ഥകമായി വീക്ഷിക്കുന്ന മനുഷ്യരുടെ കഥയാണിത്. തങ്ങളെ തന്നെ തിരിച്ചറിയാൻ, ആരാണ് താൻ, എന്താണ് തൻ്റെ ഉദ്ദേശം, എന്താണ് തൻ്റെ ലക്ഷ്യം, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു അർത്ഥവുമില്ലാതെ ജീവിതം നയിക്കുന്നവരുടെ കഥയാണിത്. അങ്ങനെ പാടില്ലല്ലോ അല്ലേ. നമുക്കൊരു ലക്ഷ്യം വേണ്ടേ. പ്രതികരണശേഷിയും കർമ്മശേഷിയും നഷ്ടപ്പെടുന്ന ആധുനിക സമൂഹത്തിൻ്റെ മൂല്യച്യുതിയാണ് നോവലിലുള്ളത്. എന്താണ് പ്രതികരണശേഷി, കർമ്മശേഷി എന്ന് പറഞ്ഞാൽ? സമൂഹത്തിൽ എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോൾ, തെറ്റ് കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രതികരണശേഷി. അതുപോലെ തന്നെ കർമ്മശേഷിയും, പ്രവർത്തിക്കാനുള്ള കഴിവും വേണം അല്ലേ. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മാത്രം പോരാ. അപ്പോൾ പ്രതികരിക്കുക, നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ നോവലിൽ പറയുന്ന കഥാപാത്രം അങ്ങനെയല്ല, നേരെ വിപരീതമാണ്. എന്താണത്? പ്രതികരണശേഷിയില്ല. താൻ മാത്രം, തൻ്റെ ദുഃഖം, തൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ് അതിലുള്ളത്.
ധർമ്മബോധം മറികടന്ന് നിസ്സംഗതയുടെ വിരിമാറിൽ ഉറങ്ങുന്ന മനുഷ്യൻ എവിടെയും എത്തിച്ചേരുകയില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ എവിടെയും എത്തിപ്പെടുമോ? നമ്മൾ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റില്ലേ, ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ കുത്തിരിക്കുന്ന ആൾക്കാർ അവസാനം എന്താണ്, ആരുമില്ല, രോഗം വന്ന് മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് ഒരു കഥാപാത്രമാണ് ഈ നോവലിലുള്ളത്. മനോഹരമായ നോവലാണ്, നോവലെടുത്ത് വായിക്കണം. ഈ നോവലിലുള്ള ഒരു കുഞ്ഞു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനുണ്ട്, അതൊന്ന് വായിക്കാം നമുക്ക് അല്ലേ. ഒന്നാമത്തെ പേജിൽ നോക്കുക, ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നതാണ്. അതിൻ്റെ ചുവടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, നോവലിലെ കുറച്ച് ഭാഗം വായിക്കുകയാണ് ഞാൻ. ഇന്നൊരു കഥ പറയുക അയാൾ പറഞ്ഞു. രവി പറയുകയാണ് നമുക്ക് ഒരു കഥ പറയാം. ഇത് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, കഥ കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ കുട്ടികളും പറയാണ്, കുട്ടികളോട് അധ്യാപകൻ പറയുകയാണ് ഇന്നൊരു കഥ പറയാം. എന്ത് കഥയാണ് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചു. കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സർ സർ, അതിൽ സുറുമയിട്ട പെൺകുട്ടി വിളിച്ചു പറഞ്ഞു, സർ സർ, കയ്യർത്തി കാട്ടുകയാണ്. പറഞ്ഞു രവി പറഞ്ഞു, സാർ ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ മോണിയനെ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയുകയാണ്. ഇത്രയും ഭാഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂലെ, എത്ര ലളിതമായിട്ട്, എത്ര നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു കയറുന്ന വാക്കുകളാണ് ഇതിലുള്ളത് അല്ലേ. അതാണ് കഥ സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുഞ്ഞാമിനെ പറയുന്നുണ്ട്, എന്താ പറയുന്നതോ, എങ്ങനത്തെ കഥയാണ് വേണ്ടിയത്? ആരും ചാകാത്ത കഥ. നമുക്ക് ചാകുന്ന കഥകൾ ഇഷ്ടമല്ല, ചാകാത്ത കഥ അല്ലേ. നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ ഇന്നെന്താണോ പല സ്ഥലത്തിലും പല രാജ്യങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാസയിൽ നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര കുഞ്ഞുങ്ങളാണ് ബോംബ് വീണ് മരണപ്പെട്ടു പോകുന്നത്. യുക്രൈനിൽ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മരണത്തിൻ്റെ ഗന്ധമുയരുന്ന കഥകളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിലെ കുട്ടി പറയുകയാണ്, ആരും ചാകാത്ത കഥയാ സർ വേണ്ടത് എന്ന്. അത് വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ടല്ലേ. മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെ കഴിയുന്ന സുന്ദരമായ ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കഥകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ആ കുഞ്ഞു കുട്ടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളതും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവല് എടുത്ത് വായിക്കണം എന്ന് പറയുകയാണ്. ഇനി നമുക്കതിൻ്റെ ചോട്ടിലേക്ക് വരികയാണെങ്കിൽ എന്താ കാണാൻ പറ്റുന്നത്? ചോദ്യമുണ്ട് അല്ലേ. എന്താണത്? ഒരു പഠന പ്രവർത്തനമാണ്, ചർച്ച ചെയ്യണം. എന്താ പറയണോ, കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം, ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പണി കിട്ടിയില്ലേ. എന്താണ്? അപ്പോൾ എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചോദ്യം, അതും മാതൃഭാഷ. അപ്പോൾ എല്ലാം വൈകാരികമായിട്ട് അവതരിപ്പിക്കാൻ ഭാഷ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ നമുക്ക് വൈകാരികമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടായില്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വൈകാരിക വികാരങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഭാഷ കൊണ്ട് സാധിക്കും. പക്ഷെ അതുമാത്രമാണോ ഭാഷ കൊണ്ടുള്ളത്? അല്ല. മനുഷ്യൻ്റെ ചിന്തകൾ, ആശയങ്ങൾ, ഇതൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഭാഷകൾ നമുക്ക് എന്ത് തരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്തകൾ, ആശയങ്ങൾ രൂപപ്പെടുത്തുന്നു, കൈമാറുന്നു. കഥ, കവിത, ഇങ്ങനെയുള്ള സർഗാത്മക സൃഷ്ടികൾ നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഭാഷകൾ ചെയ്യുന്നത്. അപ്പോൾ ഭാഷകൾ നമുക്കെന്താണ്, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു, വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഇത് ഭാഷയുടെ കാര്യമാണ്. ഇനി അവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്, മാതൃഭാഷയുടെ പ്രാധാന്യമാണ് അല്ലേ. ഭാഷ വേണം, മാതൃഭാഷ വേണം. അപ്പോൾ മാതൃഭാഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത്. മാതൃഭാഷ നമ്മ അമ്മയുടെ ഭാഷയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട് അല്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതു ഭാഷയും നമുക്ക് നൈപുണ്യം നേടാൻ നമുക്ക് സാധിക്കും. പക്ഷെ വികാരത്തിൻ്റെയും ചിന്തയുടെയും കലവറയിൽ അന്യഭാഷകൾക്ക് കടന്നു ചെയ്യാൻ അത്ര സാധ്യമല്ല. മാതൃഭാഷ പ്രകൃതിസിദ്ധവും അന്യഭാഷാ നൈപുണ്യങ്ങൾ കൃത്രിമമാണെന്ന് പറയാം.
പ്രകൃതിസിദ്ധമായത് ഗുണമേന്മ കൂടും, അല്ലേ? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് ഗുണമേന്മ കൂടും. മാതൃഭാഷാ പഠനവും മാതൃഭാഷാ മാധ്യമത്തിലൂടെയുള്ള പഠനവും നിർബന്ധമാക്കണമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ തറപ്പിച്ച് പറയുമ്പോൾ ഇങ്ങനെ അനവധി മനഃശാസ്ത്രപരവും വിദ്യാഭ്യാസപരവുമായ താത്വികവുമായ അംശങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയും ടാഗോറും വിവേകാനന്ദനും ഐൻസ്റ്റീനും ഒക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസം അതിൻ്റെ മീഡിയം മാതൃഭാഷയായിരിക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? വള്ളത്തോൾ പാടിയിട്ടുണ്ട്. എന്താ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കവിതകളുണ്ടല്ലേ, പ്രശസ്തമായിട്ടുള്ള കവിതകളുണ്ട്. എന്താണ്? ചെമ്മേ സ്വഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ വിളമ്പിത്തരുന്ന ഭോജ്യം. എന്താണ്? മനോഹരമായ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതാണ് അമ്മ വിളമ്പിത്തരുന്ന ഭക്ഷണം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, വളർത്തമ്മമാരാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വന്തം അമ്മയായിട്ട് നമ്മൾ മാതൃഭാഷയെ കാണാം. അതുകൊണ്ട് നമ്മൾ മറ്റു ഭാഷകളെ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, തള്ളേണ്ടതില്ല. അതിനതിൻ്റെ പ്രാധാന്യം കൊടുക്കുക, മാതൃഭാഷയ്ക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ മാതൃഭാഷയാണ് ഒരു മനുഷ്യൻ്റെ എല്ലാവിധത്തിലുമുള്ള അവൻ്റെ വികാസത്തിന് സാധിക്കുക നമ്മൾ മനസ്സിലാക്കണം. മാതൃഭാഷയ്ക്ക് പകരം വെക്കാൻ മറ്റൊരു ഭാഷയില്ല. ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷും ചൈനയിൽ ചൈനീസും, തമിഴിൽ തമിഴും, കേരളത്തിൽ മലയാളവുമാണ് മാതൃഭാഷ. അങ്ങനെ ഏത് രാജ്യത്തിലെ ആൾക്കാർക്കും അവനവൻ്റെ മാതൃഭാഷയിലൂടെ പഠനം നടത്തുമ്പോഴാണ് കൂടുതൽ മനസ്സിൻ്റെ വിളറുകളിലേക്ക് കാര്യങ്ങൾ കടന്നു ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കുട്ടികളെ കുറച്ച് വികസിപ്പിച്ചെഴുതുക. ഭാഷയുടെ പ്രാധാന്യമാണ്, അതും മാതൃഭാഷയുടെ പ്രാധാന്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒ വി വിജയൻ്റെ ചെറിയ ഭാഗത്തും നമുക്ക് ഒരു വലിയ ആശയം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്, അല്ലേ? എന്താണ്? ആരും ചാകാത്ത ലോകക്രമമുള്ള സമത്വസുന്ദരമായ ഒരു ലോകമായിരിക്കണം നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ചെറിയ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചോദ്യം അത് മാത്രമല്ല, വൈകാരികം മാത്രമല്ല, വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നേടാനും നമുക്ക് ഭാഷ അത്യാവശ്യമാണ്, അതും മാതൃഭാഷ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. കൂട്ടുകാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങളെടുത്ത് വായിക്കുക. ഈ പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവല് എത്രയും പെട്ടെന്ന് വായിച്ചു തീർക്കുക. അങ്ങോട്ടാകുമ്പോഴും കൂടുതൽ വായിക്കാനുണ്ടാവും, അല്ലേ? ഓരോ പാഠം എടുത്ത് പോകുമ്പോഴും. അപ്പോൾ ഇത്രയുമാണ് ഈ പ്രവേശകത്തെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.